തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു സിനിമയെ വെല്ലുന്ന വമ്പൻ ട്വിസ്റ്റാണ് ഇന്നലെ നടന്നത്. പരമ്പരാഗത വില്ലന്മാരെ വീഴ്ത്താൻ ഒരു നായകൻ വിയർപ്പൊഴുക്കി കളമൊരുക്കിയപ്പോൾ ക്ലൈമാക്സിൽ കപ്പിയുയർത്തിയത് മറ്റൊരു സൂപ്പർ ഹീറോ. തമിഴകത്തെ തിരക്കഥ ഒരുക്കിയത് BJP-യുടെ കെ അണ്ണാമലയാണെങ്കിൽ അതിൽ അഭിനയിച്ച് വോട്ട് തൂക്കി സ്റ്റാറായത് തളപതി വിജയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ BJP-ക്ക് സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വിജയുടെ തമിഴക വെട്രി കഴകത്തിന്റെ ചരിത്ര വിജയത്തെ നിറഞ്ഞ മനസ്സോടെയാണ് മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലൈ സ്വാഗതം ചെയ്തത്. ജനങ്ങളുടെ ഈ വിധി തമിഴ്നാട്ടിലെ ഒരു തലമുറ മാറ്റം, ജനറേഷണൽ ഷിഫ്റ്റ്, തലമുറകളുടെ ചിന്താഗതിയിൽ വന്നൊരു മാറ്റമാണ് എന്നാണ് അണ്ണാമലൈ വിശേഷിപ്പിച്ചത്. കുടുംബ വാഴ്ചയ്ക്കും വോട്ടിന് പണം നൽകുന്നതിനുമെതിരെയുമുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു വിധി എഴുത്താണിത്. മാറ്റം ആരാണ് കൊണ്ടുവന്നതെങ്കിലും അവർ എല്ലാവർക്കും ഒരു വലിയ ഉപകാരമാണ് ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ആശ്വാസം വളരെ വ്യക്തമാണ്. എക്സിലൂടെ വിജയിക്കും TVKയ്ക്കും ഗംഭീര അരങ്ങേറ്റത്തിന് അദ്ദേഹം ആശംസകൾ നേർന്നിരുന്നു. ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ ഈശ്വരൻ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തിയ തമിഴ് ജനതയുടെ വിധിക്ക് മുന്നിൽ ഞാൻ തലകുനി. ഇങ്ങനെയായിരുന്നു അണ്ണാമലയുടെ ട്വിറ്റർ കുറിപ്പ്. തെരഞ്ഞെടുപ്പ് കണക്കുകൾ നോക്കിയാൽ ഈ മാറ്റത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. മത്സരിച്ച 233 സീറ്റുകളിൽ 108 ഇടത്തും വിജയിച്ച TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി. ഏറ്റവും വലിയ ഞെട്ടൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ കൊളത്തൂരിലെ കനത്ത തോൽവിയാണ്. അതും 70,000 വോട്ടുകളുടെ തോൽവി. ഭരണകക്ഷിയായിട്ടുള്ള DMK 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയപ്പോൾ അണ്ണാ DMK 2-ാം സ്ഥാനത്തെത്തി. പിന്നീട് അത് മാറി മറിയുകയുണ്ടായി. ദശാബ്ദങ്ങളായി തമിഴ്നാട് ഭരിച്ച ദ്രാവിഡ പാർട്ടികൾക്ക് ഇത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. BJP-യും NDA സഖ്യത്തെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്മിശ്ര ഫലമാണ്. കോയമ്പത്തൂർ, മധുര തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവർ 14 സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ ലീഡ് ചെയ്തെങ്കിലും ഒടുവിൽ ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ആഞ്ഞടിച്ച വിജയ് തരംഗത്തിൽ NDAയ്ക്കും സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ദ്രാവിഡ പാർട്ടികളുടെ കുത്തക തകർക്കുക എന്നതായിരുന്നു അണ്ണാമലയുടെ പ്രധാന ലക്ഷ്യം. അതിനായി അദ്ദേഹം നടത്തിയ നിരന്തര പോരാട്ടങ്ങൾ സൃഷ്ടിച്ച ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയത് DMK-യുടെയോ അണ്ണാ DMK-യുടെ പെട്ടിയിലല്ല, മറിച്ച് പുതിയൊരു മാറ്റം വാഗ്ദാനം ചെയ്ത വിജയുടെ പെട്ടിയിലാണ്. അതിലാണ് അണ്ണാമലയുടെ സന്തോഷവും. നമുക്കറിയാം, BJP എന്ന പാർട്ടി ഒരിക്കലും ഷോർട്ട് ടേം ഗേൾസ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല. ഓരോ സംസ്ഥാനവും അവർക്ക് പ്രോജക്റ്റുകളായിരിക്കും, ലോങ് ടേം പ്രോജക്റ്റുകൾ. അത്രയധികം ദീർഘവീക്ഷണമുള്ള ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. തമിഴ്നാടും കേരളവും അവർക്ക് അത്തരത്തിൽ ഒരു ലോങ് ടേം പ്രോജക്റ്റുകളാണ്. പരാജയപ്പെട്ട NDA സ്ഥാനാർത്ഥികളോട് പോരാട്ടം തുടരാനാണ് അണ്ണാമലൈ ആഹ്വാനം ചെയ്തത്. ചുരുക്കത്തിൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കാൻ BJP വെട്ടിയ വഴിയിലൂടെ പുതിയ നായകൻ തമിഴകത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നു കയറുകയാണ്. സിസ്റ്റം മാറ്റിമറിച്ചതിന്റെ ക്രെഡിറ്റ് അണ്ണാമലൈക്കും ആ മാറ്റം വമ്പൻ വിജയമാക്കി മാറ്റിയതിന്റെ നേട്ടം വിജയിക്കും അവകാശപ്പെടാം. തമിഴ്നാട് രാഷ്ട്രീയം ഇനി പഴയതുപോലെ ആയിരിക്കില്ല എന്ന് ഈ ഫലം അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക്.